ഈയിടെ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരാളെ, ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട ഒരു അംഗത്തെ കഞ്ചാവ് വിറ്റതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ വലിയ രീതിയിൽ ക്യാമ്പയിനും അതേപോലെ തന്നെ മറ്റുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്ന ജമാഅത്താണ്. അതിൻ്റെ ഇടയിലാണ് ഈ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ടി വിയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ കളനാട് ജമാഅത്ത് എന്നുള്ളത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ടി വിക്കാർ കളനാടിൻ്റെ പേര് പല പ്രാവശ്യവും ഉദ്ധരിച്ചു. അങ്ങനെ കളനാടിന് ഇതൊരു നാണക്കേടിൻ്റെ ഒരു അപമാനത്തിൻ്റെ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ജമാഅത്ത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തിട്ടുണ്ട്. അതിനെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു നടപടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ജമാഅത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരായി കർക്കശമായിട്ടുള്ള നടപടിയിലേക്ക് പോകാം. അതിൻ്റെ ഭാഗമായി ഈ പറയപ്പെടുന്ന വ്യക്തിയെ ജമാഅത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇത്തരത്തിൽ ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വിൽപ്പന നടത്തുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്താൽ ഞങ്ങളുടെ ആ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ആ കുടുംബത്തിനെതിരെയും ഈ പറയുന്ന രീതിയിലുള്ള നടപടികൾ തുടർന്നും സ്വീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ആകെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണ്. ഈ സമയത്താണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അനിവാര്യത, ഈ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. അത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. ലഹരിക്കെതിരെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നടപടിയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ സമീർ എന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തെ നിയമപരമായി സംരക്ഷിക്കുകയോ പരോക്ഷമായോ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുന്നവർക്ക്, അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന മുഴുവൻ മഹല്ല് നിവാസികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കാനാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ കൗമാരക്കാരായ സ്കൂൾ കുട്ടികൾ, അതുപോലെ യുവാക്കളൊക്കെ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടി നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെയും സന്നദ്ധ സംഘടനകളെയും ക്ലബ്ബുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാട്ടിലെ കവലകളൊക്കെ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ച് ഇതുപോലുള്ള ആളുകളുടെ പേരുകളൊക്കെ എഴുതി അറിയിച്ച് അവർക്കെതിരെ കർശന ബോധവൽക്കരണം നടത്താനാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ തീരുമാനം. അതുപോലെ നാടിൻ്റെ പല ഭാഗങ്ങളിലും പുറത്തുനിന്ന് താമസിക്കുന്ന ആളുകൾ, അവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് അതുപോലെ അസമയത്തൊക്കെ അപരിചിതരായ ആളുകളൊക്കെ വന്ന് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് വീടുകൾ കൊടുക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കാനും ജമാഅത്ത് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ സ്വൈര ജീവിതം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെ എന്നും ബോധവൽക്കരണവും മുന്നിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി എന്ന നിലക്ക് കളനാട് ഹൈദരോ ജമാഅത്ത് മഹല്ല് കമ്മിറ്റി ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ രാത്രി കാലങ്ങളിൽ നമ്മളെ മക്കളൊക്കെ പുറത്തു പോയി നിശ്ചിത സമയത്തിനകം വഴി തിരിച്ചെത്തിയിട്ടുണ്ടോ? അവരുടെ പെരുമാറ്റങ്ങളൊക്കെ വല്ല മാറ്റങ്ങളുണ്ടോ? അതുപോലെ വീട്ടുകാരറിയാതെ ആഡംബര വസ്ത്രധാരണം, രക്ഷിതാക്കൾ അറിയാതെ അവരുടെ കൈകളിൽ കാശുകൾ കൂടുതലായി കാണുന്നത്, രക്ഷിതാക്കൾക്ക് പരിചയമില്ലാത്ത വാഹനങ്ങൾ അവരുടെ കയ്യിൽ കാണുന്നത്, സംശയിക്കത്തക്ക രീതിയിലുള്ള സുഹൃത്തുക്കൾ അവരെ തേടി വീട്ടിലെത്തുന്നത് തുടങ്ങിയൊക്കെ നിരീക്ഷിക്കാനും
രക്ഷിതാക്കളൊക്കെ ഇതിൽ ജാഗ്രത പാലിക്കാനുമാണ് ജമാഅത്ത് കമ്മിറ്റി രക്ഷിതാക്കളോട് ആവശ്യപ്പെടുന്നത്. പുറത്തുനിന്ന് വന്ന് നാട്ടിൽ താമസിക്കുന്ന പല അപരിചിതരായ ആളുകളുണ്ട്. അല്ലല്ല, ഇയാൾ ഈ നാട്ടുകാരൻ പക്ഷേ അല്ലല്ല, നാട്ടിലെ സാധാരണക്കാരന് താമസിക്കുന്ന ഞങ്ങള് മഹൽ മെമ്പറാണ്, ഞങ്ങളെ മഹലിലെ ജമാഅത്ത് മെമ്പറാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറെ കാലമായി ഈ പള്ളിയായിട്ടോ നാട്ടിൽ തന്നെ അധികം അദ്ദേഹത്തെ കാണാറില്ല. ഇതിന് ഒരു പ്രാവശ്യം മുമ്പും ഇത്തരം ഒരു ആരോപണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലം തൊട്ട് തന്നെ ഇയാൾ അകന്നാണ് നാട്ടിൽ നിന്ന് നിൽക്കാറ്. പിന്നെയാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ കാര്യം അറിയുന്നത്. ഇപ്പൊ തൽക്കാലം സസ്പെൻഡ് ചെയ്തിട്ടുള്ള അത് എങ്ങനെയെന്ന് കൂടുതൽ ഗൗരവത്തോട് ചിന്തിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിസ്മിസ് തന്നെ ചെയ്യും. ജമാഅത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യും. മക്കളൊക്കെ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സസ്പെൻഷനിൽ നിർത്തിയത്.